സംസ്ഥാനത്ത് 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം എത്തുമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഇവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. മറ്റു ജില്ലകളിൽ അലർട്ടുകളൊന്നുമില്ല. കെ സ്റ്റെഫിനാണ് വിവരങ്ങളുമായി ചെന്നത്. സ്റ്റെഫിൻ, സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ കാലവർഷം ഇങ്ങെത്തുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 മണിക്കൂറായി തിരുവനന്തപുരം നഗരത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്തത്ര മഴ അതാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? മൺസൂൺ എപ്പോഴേക്കും ശക്തി പ്രാപിക്കും? എത്ര ദിവസം കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്? എന്താണ് കാലാവസ്ഥാ പ്രവചനം? രതീഷ്, ജൂൺ 3-ന് കാലവർഷം എത്തുമെന്നുള്ളതായിരുന്നു നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതെങ്കിലും 24 മണിക്കൂറിനകം കാലവർഷം ശക്തി പ്രാപിക്കുമെന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൻ്റെ സൂചനകൾ തന്നെയാണ് നമ്മൾ ഇന്ന് ഓരോ ജില്ലകളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലൊക്കെ തന്നെ കാണുന്നത്. ഇപ്പോൾ മഴ ഇങ്ങനെ ശക്തമായി തന്നെ ഈ ജില്ലകളിലെല്ലാം തന്നെ തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ വെള്ളം കയറിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ജലനിരപ്പ് ഇങ്ങനെ ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ മഴക്കാലത്തൊന്നും തന്നെ വെള്ളം കയറാത്ത പല സ്ഥലങ്ങളിലും, നഗരത്തിന്റെ പല സ്ഥലങ്ങളിലുമൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയുമുണ്ട്. അതീവ സങ്കീർണമാണ് തിരുവനന്തപുരത്തിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ. കാരണം പല മേഖലകളിലും, പ്രത്യേകിച്ച് ജഗതി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും ആശങ്ക വിട്ടൊഴിഞ്ഞിട്ടില്ല. ഇന്നലെ തുടർച്ചയായി ഉണ്ടായ മഴയിൽ ജഗതിയിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. പല വീടുകളിലും വെള്ളം കയറിയ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇന്ന് ജലനിരപ്പൊക്കെ കുറഞ്ഞു തുടങ്ങിയെങ്കിൽ വീണ്ടും ഉച്ചയോടുകൂടി മഴ ശക്തി പ്രാപിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. അതോടൊപ്പം മലയോര മേഖലകളിലും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം അരുവിക്കര ഡാമിന്റെ ഷട്ടർ തുറന്നതിനാൽ കരമനയാറ്റിലും കിള്ളിയാറ്റിലും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ തീരത്തുള്ളവർ കൃത്യമായി ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. ഏതായാലും കാലവർഷം 24 മണിക്കൂറിനകം എത്തുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. പല സ്ഥലങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലും നേരത്തെ സ്റ്റെഫിൻ പറഞ്ഞതുപോലെ ജഗതി അടക്കം ഈ നഗരവുമായി ചേർന്ന് കിടക്കുന്ന നഗരമേഖലകളിലാണല്ലോ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്നിപ്പോൾ 2-3 മണിക്കൂർ ഇങ്ങനെ മഴ നിർത്താതെ പെയ്യുമ്പോൾ പലയിടത്തും റോഡ് പോലും ഇല്ലാത്ത ദുസ്ഥിതിയാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. ആ സ്ഥിതിയിൽ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇപ്പോൾ നഗരത്തിന്റെ അവസ്ഥ എന്താണ്? രതീഷ്, നേരത്തെ വെള്ളം കയറാത്ത ഇടങ്ങളിൽ പോലും ഇപ്പോൾ ജലനിരപ്പ്, വെള്ളം ഇങ്ങനെ ഉയരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് ചാലയിൽ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കരമനയാറ്റിലും കിള്ളിയാറ്റിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. തീരത്ത് ഇത്തരത്തിൽ വെള്ളം ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. നഗരത്തിൽ അതോടൊപ്പം തന്നെ സ്മാർട്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിൽ കുഴിയെടുത്ത് ഇട്ടിരുന്ന പല സ്ഥലങ്ങളുമുണ്ട്. അവിടെയൊക്കെ തന്നെ വെള്ളം നിറഞ്ഞ ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഒരു ജാഗ്രത നഗരത്തിലൂടെ യാത്ര ചെയ്യുന്നവരടക്കം. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാണ്. വലിയ തോതിലുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം മലയോര മേഖലകളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം മണ്ണിടിച്ചിലിന്റെയും മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയും ഒക്കെ തന്നെ മലയോര മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഒരു ജാഗ്രത അക്കാര്യത്തിൽ വേണമുള്ള എന്നുള്ളതാണ്. ശരി, തമ്പാനൂരിൽ നിന്ന് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ബസ്സുകളൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറി യാത്ര പോലും അസാധ്യമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ തലസ്ഥാനത്ത് എത്തുകയാണ്.